ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങൾ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അതാണ് യുനെസ്കോയുടെ ഫുൾ ഫോം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാംസ്കാരികമായോ ഭൂമിശാസ്ത്രപരമായോ പ്രാധാന്യമുള്ള സ്ഥലമാണ് ലോക പൈതൃക സ്ഥലം, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം അതിന് സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള എല്ലാ സ്ഥലങ്ങൾക്കും സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇനി ഈ സൈറ്റുകൾ തീരുമാനിക്കുന്നത് യുനെസ്കോയുടെ കീഴിലുള്ള ലോക പൈതൃക കമ്മിറ്റിയാണ്. അപ്പോൾ 1972 വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാമിൽ ജനറൽ അസംബ്ലി തിരഞ്ഞെടുത്ത 21 അംഗരാജ്യങ്ങൾ ചേർന്നതാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി 1972 രൂപം കൊള്ളുന്നത്. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാമിൽ ജനറൽ അസംബ്ലി തിരഞ്ഞെടുത്ത 21 അംഗരാജ്യങ്ങൾ ചേർന്നതാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. ഫോം ചെയ്തത് 1972 അന്തർദേശീയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു കമ്മിറ്റി രൂപീകൃതമായത് അന്തർദേശീയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ഇനി ഹെറിറ്റേജ് സൈറ്റ്സ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൈതൃക ഭൂപടത്തിൽ ഇടം പിടിക്കുന്നതിന് ഒരു പ്രദേശത്തെ പൈതൃക സ്ഥലം ആയി അംഗീകരിക്കണമെങ്കിൽ ആദ്യം ആ പ്രദേശം ഏത് രാജ്യത്താണോ സ്ഥിതി ചെയ്യുന്നത് ആ രാജ്യം അതിനെ നാമനിർദ്ദേശം ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ആ പ്രദേശത്തിനെ നമ്മുടെ രാജ്യം നാമനിർദ്ദേശം ചെയ്യണം. അപ്പം ഈ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രദേശത്തിന് ഒരു അന്തർദേശീയ മികവുണ്ടായിരിക്കണം. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് യൂണിവേഴ്സൽ വാല്യൂ OUV ഉണ്ടായിരിക്കണം. ആ OUV ഉണ്ടെങ്കിലാണ് ആ ഒരു സ്ഥലത്തിനെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഈ OUV തീരുമാനിക്കാൻ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് യൂണിവേഴ്സൽ വാല്യൂ, അതായത് ആ ഒരു അന്തർദേശീയ മികവ് തീരുമാനിക്കുന്നതിന് യുനെസ്കോയുടെ 10 മാനദണ്ഡങ്ങളിൽ ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും വിജയിച്ചിരിക്കണം. അപ്പോൾ നമ്മളൊരു സ്ഥലത്തെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ യുനെസ്കോ അംഗീകരിക്കുന്ന 10 മാനദണ്ഡങ്ങളുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് യൂണിവേഴ്സൽ വാല്യൂവെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥലത്തിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ മുൻപിലേക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഒരു രാജ്യം സമർപ്പിക്കുന്ന നാമനിർദ്ദേശം, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തിനെ കുറിച്ചിട്ട് നാമനിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ആൻഡ് ദ വേൾഡ് കൺസർവേഷൻ യൂണിയൻ അതിനെ മൂല്യനിർണ്ണയം നടത്തുന്നു. നമ്മൾ നാമനിർദ്ദേശം കൊടുക്കുമ്പോൾ ആ ഒരു നാമനിർദ്ദേശത്തെ വാല്യൂ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ആൻഡ് ദ വേൾഡ് കൺസർവേഷൻ യൂണിയൻ ആണ്. അങ്ങനെ ആ യൂണിയൻ അതിനെ അനലൈസ് ചെയ്തിട്ട് അവരുടെ ഒരു റിപ്പോർട്ട്, മൂല്യനിർണ്ണയം നടത്തിയ ശേഷമുള്ള അവരുടെ റിപ്പോർട്ട് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. അപ്പം വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി വർഷത്തിൽ ഒരിക്കൽ യോഗം കൂടും. ആ യോഗത്തിൽ നാമനിർദ്ദേശ വിവരങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ വിവരങ്ങളും തെളിവുകളും ആവശ്യമെങ്കിൽ അത് നാമനിർദ്ദേശം ചെയ്ത രാജ്യത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നാമനിർദ്ദേശം ചെയ്ത ഒരു പ്രദേശം, ആ പ്രദേശത്തെക്കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്തുന്നത് ആരാണ്? ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ആൻഡ് ദ വേൾഡ് കൺസർവേഷൻ യൂണിയൻ ആണ്. അങ്ങനെ അവർ മൂല്യനിർണ്ണയം നടത്തിയിട്ട് ആ റിപ്പോർട്ട് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. അങ്ങനെ വർഷത്തിലൊരിക്കൽ ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്ന ഫോം ചെയ്തിട്ടുള്ളത് 1972 21 അംഗരാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആ ഒരു കമ്മിറ്റി രൂപീകൃതമായിട്ടുള്ളത്. 1972 ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായിട്ട്, അന്തർദേശീയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അത് രൂപം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി യോഗം കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? നാമനിർദ്ദേശം ചെയ്ത രാജ്യങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നു. ഇനി കൂടുതൽ തെളിവുകളും കാര്യങ്ങളും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യത്തോട് അതിനെക്കുറിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ 43 പൈതൃക സൈറ്റുകളുണ്ട്. അതിൽ 35 എണ്ണത്തിന് സാംസ്കാരിക പ്രാധാന്യമുള്ളതാണ്, കൾച്ചറൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. 7 എണ്ണം പാരിസ്ഥിതിക പ്രോപ്പർട്ടീസ് ഉള്ളതാണ്, നാച്ചുറൽ പ്രാധാന്യമുള്ളതാണ്. ഇനി ഒരെണ്ണത്തിന് 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, മിക്സഡ് പ്രോപ്പർട്ടിയാണ് അതിനുള്ളത്. അതായത് സാംസ്കാരികമായിട്ടും പാരിസ്ഥിതികമായിട്ടും അതിന് പ്രാധാന്യമുണ്ട്. ബോത്ത് കൾച്ചറൽ പ്രോപ്പർട്ടീസ് ആൻഡ് നാച്ചുറൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ഇറ്റ്.
സോ ഏതൊക്കെയാണ് നമ്മുടെ ഈ പൈതൃക പട്ടികയിൽ ഉൾക്കൊണ്ടിട്ടുള്ള സ്ഥലങ്ങളെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, കാസിരംഗ നാഷണൽ പാർക്ക് 1985 നാച്ചുറൽ പ്രോപ്പർട്ടീസോട് കൂടിയിട്ട് ആസാമിൽ നിന്നും റെക്കമെൻഡ് ചെയ്തതാണ്. മാനസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാം 1985 നാച്ചുറൽ പ്രോപ്പർട്ടീസാണ്. നളന്ദ മഹാവിഹാര നളന്ദ യൂണിവേഴ്സിറ്റി 2016 ബീഹാറിൽ കൾച്ചറൽ പ്രോപ്പർട്ടീസിൽ ഉൾക്കൊള്ളുന്നു. മഹാബോധി ടെമ്പിൾ ബോധ്ഗയ 2002 ബീഹാറിൽ കൾച്ചറൽ പ്രോപ്പർട്ടീസിൽ ഉൾക്കൊള്ളുന്നു. ക്യാപിറ്റൽ കോംപ്ലക്സ് 2016 ചണ്ഡീഗഡ് കൾച്ചറൽ പ്രോപ്പർട്ടി. ഹുമയൂൺ ടോംബ് ഡൽഹി 93 കൾച്ചറൽ പ്രോപ്പർട്ടി. കുത്തബ് മിനാർ കോംപ്ലക്സ് ഡൽഹി 1993 ഡൽഹി കൾച്ചറൽ പ്രോപ്പർട്ടി. റെഡ് ഫോർട്ട് കോംപ്ലക്സ് ഡൽഹി 2007 കൾച്ചറൽ പ്രോപ്പർട്ടി. ചർച്ച് ആൻഡ് കോൺവെൻറ്റ്സ് ഓഫ് ഗോവ 1986 കൾച്ചറൽ പ്രോപ്പർട്ടി. ചമ്പനീർ പാവ്ഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക് 2004 ഗുജറാത്ത് കൾച്ചറൽ പ്രോപ്പർട്ടി. റാണി കി വാവ് 2014 ഗുജറാത്ത് കൾച്ചറൽ പ്രോപ്പർട്ടി. ഹിസ്റ്റോറിക് സിറ്റി ഓഫ് അഹമ്മദാബാദ് 2017 ഗുജറാത്ത് കൾച്ചറൽ പ്രോപ്പർട്ടി. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് 2014 ഹിമാചൽ പ്രദേശ് നാച്ചുറൽ പ്രോപ്പർട്ടി. ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് അറ്റ് ഹംപി 1986 കർണാടക കൾച്ചറൽ പ്രോപ്പർട്ടി. ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് പട്ടടയ്ക്കൽ 1987 കർണാടക കൾച്ചറൽ പ്രോപ്പർട്ടി. വെസ്റ്റേൺ ഗട്ട്സ് 2012 കർണാടക, കേരള, മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാടു നാച്ചുറൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഖജുരാഹോ 1986 മധ്യപ്രദേശ് കൾച്ചറൽ പ്രോപ്പർട്ടി. ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സ് അറ്റ് സാഞ്ചി 1989 മധ്യപ്രദേശ് കൾച്ചറൽ പ്രോപ്പർട്ടീസ്. പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടർ ഓഫ് ഭിംബഡ്ക 2003 മധ്യപ്രദേശ് കൾച്ചറൽ പ്രോപ്പർട്ടി. അജന്ത കേവ്സ് 1983 മഹാരാഷ്ട്ര കൾച്ചറൽ പ്രോപ്പർട്ടി. എല്ലോറ കേവ്സ് 1983 മഹാരാഷ്ട്ര കൾച്ചറൽ പ്രോപ്പർട്ടി. എലഫൻ്റ കേവ്സ് 1987 മഹാരാഷ്ട്ര കൾച്ചറൽ പ്രോപ്പർട്ടി. ഛത്രപതി ശിവാജി ടെർമിനസ് ഫോമർലി നോൺ ആസ് വിക്ടോറിയൻ ടെർമിനസ് 2004 മഹാരാഷ്ട്ര കൾച്ചറൽ പ്രോപ്പർട്ടി. വിക്ടോറിയൻ ആൻഡ് ആർട്ട് ഡെക്കോ എൻസ്ലംസ് ഓഫ് മുംബൈ 2018 മഹാരാഷ്ട്ര കൾച്ചറൽ പ്രോപ്പർട്ടീസ്. സൺ ടെമ്പിൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രം 1984 ഒഡീഷ കൾച്ചറൽ പ്രോപ്പർട്ടി. ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ 2013 രാജസ്ഥാൻ കൾച്ചറൽ പ്രോപ്പർട്ടി. ജന്തർ മന്ദർ ജയ്പൂർ 2010 രാജസ്ഥാൻ കൾച്ചറൽ പ്രോപ്പർട്ടി. ജയ്പൂർ സിറ്റി രാജസ്ഥാൻ 2019 രാജസ്ഥാൻ കൾച്ചറൽ പ്രോപ്പർട്ടി. ഖലേഡോ നാഷണൽ പാർക്ക് 1985 രാജസ്ഥാൻ നാഷണൽ പാർക്ക്. ദെൻ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് 2016 സിക്കിം. മിക്സഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ എന്താണ് മിക്സഡ് പ്രോപ്പർട്ടി ആണ് അല്ലേ. അത് സാംസ്കാരികമായിട്ടും പാരിസ്ഥിതികമായിട്ടും പ്രാധാന്യമുള്ളതാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് 2016 സിക്കിം നിന്നാണ് നാമനിർദ്ദേശം ചെയ്തിട്ട് നാഷണൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ വന്നിട്ടുള്ളത്. ദെൻ ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് അറ്റ് മഹാബലിപുരം 1984 തമിഴ്നാടു കൾച്ചറൽ പ്രോപ്പർട്ടി. ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് അറ്റ് തഞ്ചാവൂർ 1987 and 2004 തമിഴ്നാടു കൾച്ചറൽ പ്രോപ്പർട്ടി. ഗംഗൈകൊണ്ട ചോളപുരം ആൻഡ് ദസറാപുരം ഫസ്റ്റ് വൺ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ 1987 തമിഴ്നാട്ടിൽ നിന്നും കൾച്ചറൽ പ്രോപ്പർട്ടിയിൽ വരുന്നു. ദെൻ ഗംഗൈകൊണ്ട ചോളപുരം ആൻഡ് ദസറപുരം 2004 തമിഴ്നാട്ടിൽ നിന്ന് കൾച്ചറൽ പ്രോപ്പർട്ടീസിൽ ഉൾക്കൊള്ളുന്നു. ദെൻ ആഗ്ര ഫോർട്ട് 1983 ഉത്തർപ്രദേശിലെ കൾച്ചറൽ പ്രോപ്പർട്ടി. താജ്മഹൽ 1983 ഉത്തർപ്രദേശ് കൾച്ചറൽ പ്രോപ്പർട്ടി. ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് ഫത്തേപൂർ സിക്രി 1986 ഉത്തർപ്രദേശ് കൾച്ചറൽ പ്രോപ്പർട്ടി. നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്
1988, 2005 ഉത്തരാഖണ്ഡ് നാഷണൽ പാർക്ക്. സുന്ദർബൻസ് നാഷണൽ പാർക്ക്, നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് 1988 ആൻഡ് 2005 ഉത്തരാഖണ്ഡ്. ഓക്കെ, ദെൻ സുന്ദർബൻസ് നാഷണൽ പാർക്ക് 1987 വെസ്റ്റ് ബംഗാൾ, നാച്ചുറൽ പ്രോപ്പർട്ടീസ് ആണ്. ദെൻ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ 1999 വെസ്റ്റ് ബംഗാൾ, കൾച്ചറൽ പ്രോപ്പർട്ടിയാണ്. ധോളവീര എ ഹാരപ്പൻ സിറ്റി 2021 ഗുജറാത്ത്, കൾച്ചറൽ പ്രോപ്പർട്ടി. കാകതീയ രുദ്രേശ്വര രാമപ്പ ടെമ്പിൾ, രാമപ്പ, കാകതീയ രുദ്രേശ്വര ടെമ്പിൾ 2021 തെലുങ്കാന, കൾച്ചറൽ പ്രോപ്പർട്ടി. സാക്രഡ് എംബ്ലംസ് ഓഫ് ഹൊയസലാസ് 2023 കർണാടക, കൾച്ചറൽ പ്രോപ്പർട്ടി. ദെൻ ശാന്തി നികേതൻ 2023 വെസ്റ്റ് ബംഗാൾ, കൾച്ചറൽ പ്രോപ്പർട്ടി. 43ാമത്തെ ലാസ്റ്റ് വൺ, മൊയറൻസ് ദ മൗണ്ട് ബറിയൽ സിസ്റ്റം ഓഫ് ദി അഹോം ഡൈനാസ്റ്റി 2024 അസം, കൾച്ചറൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള 43 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. So let's see you next class. Take care.